എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 5 അധ്യായം 4. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ചതുർത്ഥോധ്യായഃ. ശ്രീശുകോവാച. അധഃ തമുൽപത്തേരാവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിരിവനുദിനം മേധമാനാനുഭാവം പ്രകൃതിയാം പ്രജാം ബ്രാഹ്മണാം ദേവതാം ചാവനിതല സമവനായ അതിതരാം ജഗൃദുഹും തസ്യ വാ ഇത്തം വർഷ്മാണാം വരീയസാം ബൃഹശ്ലോകേന ചൗജസാം ബലേന ശ്രിയാം യശസാം വീര്യശൗരാഭ്യാം ജപിതാം ഋഷഭ ഇതീദം നാമചകാരഃ. തസ്യ ഹീന്ദ്രഃ സ്വർധമാനോ ഭഗവൻ വർഷേ നവവർഷത്തദവതാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വരഃ പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷജനാവം നാമാഭ്യവർഷത്. നാഭ്യസ്തു യഥാഭിലഷിതം സുപ്രജസ്ത്വമവരുദ്ധ്യാതിപ്രമോദപരവിഹ്വലോ ഗദാക്ഷരയാം ഗിരാം സ്വൈര്യം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിർവത്സ താദേതി സാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. വിദിതാനുരാഗാമപൗര്യ പ്രകൃതിം ജനപദോം രാജാം നാഭിരാത്മജം സമയസേതുരക്ഷായാമഭിഷിജ്യ ബ്രാഹ്മണേഷോപനിധായ സഹ മേരുദേവ്യാം വിശാലായാം പ്രസന്ന നിപുണേന തപസാം സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവമുപാസീന കാലേന തന്മഹേമാനമവാഭാം. യസ്യ പാണ്ഡവേയ ശ്ലോകാ ഉദാഹരന്തി കോനു തത്കർമ്മരാജർഷേർനാരേ അന്വാചരേത് പുമാൻ അപഥ്യതാമഖാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണാം ബ്രഹ്മണ്യോ അന്യകുതോ നാഭേർവിപ്രാം മംഗളപൂജിതാകാം യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസാഃ. അധഃ ഭഗവാൻ ഋഷഭദേവഃ സ്വവർഷം കർമ്മക്ഷേത്രമനുമന്യമാനാം പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരേർ ഗുരുരഭിജ്ഞാതാം ഗൃഹമേദിനാം ധർമാനുശിക്ഷമാണാം ജയന്ത്യാം ഇന്ദ്രദത്തായാമുപലയം കർഷണം കർമ്മ സാമാന്യായ ആത്മാദിമഭിയുഞ്ജന്നാത്മജാനാം ആത്മ സമാനാനാം ശതം ജനയാമാസഖാം. യേഷാം ഖലു മഹായോഗീം ഭരതോം ജ്യേഷ്ഠശ്രേഷ്ഠഗുണ ആസീധ്യേനേദം വർഷം ഭാരതമിതി വ്യപദിശന്തി. തമനുകുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതുർഭദ്രാസേന ഇന്ദ്രസ്പൃഗ്വിർദർഭഃ കീകട ഇതി നവതി പ്രധാനാഃ. കവിർഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായനഃ ആവിർഹോത്രോ ദദ്രുമിളം ചമസകരഭാജനഃ. ഇതി ഭാഗവതധർമ്മദർശനാം നവ മഹാഭാഗവതാസ്തേഷാം സുചരിതം ഭഗവൻ മഹിമോപഹൃതം. വസുദേവ നാരദ സംവാദമുപശമായ ഉപരിഷ്ട്വാ ദുർനയിഷ്യാമകാം യവീയാം സ ഏകാശീതിർജായന്തേയാം പിതുരാദേശകരാം മഹാശാലീനാം മഹാശ്രോത്രിയാം യജ്ഞശീലാം കർമ്മവിശുദ്ധാം ബ്രാഹ്മണാം ബഭൂവുഃ. ഭഗവാൻ ഋഷഭ സ്വപ്ന ആത്മതന്ത്ര സ്വയം നിത്യനിവൃത്യാനർത്ഥപരമ്പരാം കേവലാനന്ദാനുഭവ ഈശ്വര ഏവ വിപരീതവത് കർമ്മണ്യാരഭമാണാം കാലേനാനുഗതം ധർമാചരണേനോപശിക്ഷയന്ന തദ്വിദാം സമ ഉപശാന്തോ മൈത്രകരുണികോ ധർമാർത്ഥയശപ്രജാനന്ദാമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമയത്. യദ്യശീർഷണ്യാചരിതം തത്തനുവർത്തതേ ലോകഃ യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം. ബ്രാഹ്മണേർദർശിതമാർഗേണ സമാധീതിരുഭയൈർ ജനതാ മനുഷ്യ ശാസകാം ദ്രവ്യദേശകാലവയ
ശ്രദ്ധത്വിഗിതോദ്ദേശോ പരിതേ സർവരൈരഭി ക്രതുബിര്യതോപദേശം ശതകൃത്വ ഇയാജ ഭഗവദർഷഭേണ പരീരക്ഷ്യമാണ ഏതസ്മിൻ വർഷേന കശ്ചന പുരുഷോ വാഞ്ചിത്യ വിദ്യമാന ഇവാത്മനോന്യസ്മാത് കഥഞ്ചന കിമപി കർഹി ചിദപേക്ഷതേം ഭർത്തിരനുസവനം വിജൃംഭിത സ്നേഹാതിശയമന്തരേണ സ കഥാചിതമനോ ഭഗവാൻ ഋഷഭോം ബ്രഹ്മാവർത്തഗതോം ബ്രഹ്മർഷി പ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനാ വിഹതാത്മനാം പ്രശ്രയ പ്രണയപരസുയന്ത്രിതാനഭിഷിക്ഷയൻ നിധി ഹോവാജാം ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പരമംസസംഹിതായാം പഞ്ചമസ്കന്ധേ ചതുർത്ഥോധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് ഇതുവരെ വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. നമ്മളെവിടെയാണ് നിർത്തിയത്? ഋഷഭദേവൻ്റെ അവതാരം അല്ലേ? നാഭിക്കും മേരുദേവിക്കും ചേർന്ന് ഭഗവാൻ അവരുടെ യത്നത്തിൽ പ്രസാദിച്ചുകൊണ്ട് ഋഷഭദേവൻ അവതരിക്കുകയാണ്. അങ്ങനെ നാഭിക്കും മേരുദേവിക്കും കൂടി ഋഷഭൻ എന്ന് പറഞ്ഞാൽ പേരിടാൻ കാരണം തന്നെ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവർക്ക് നല്ലൊരു പുത്രനുണ്ടായി. അപ്പോൾ നോക്കിയപ്പോൾ ആ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയുടെ അടയാളങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കയ്യിലും ഇങ്ങനെ കയ്യിലൊക്കെ ശംഖ് ചക്രങ്ങൾ അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശംഖ് ചക്ര ഗദം അങ്ങനെയുള്ള അടയാളങ്ങളോട് കൂടിയാണ് ജനിച്ചത്. അപ്പോൾ മനസ്സിലായി ഇത് ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന്. അപ്പം അങ്ങനെ ഋഷഭൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്ന രീതിയിൽ പേര് കൊടുത്തു. ഇദ്ദേഹത്തിന് ഈ ഋഷഭദേവൻ ചെറുതിലെ ഭഗവാന്റെ അവതാരമായതുകൊണ്ട് പിന്നെ പറയാനില്ല. അദ്ദേഹത്തിന് ആത്മീയ വിദ്യകളും എല്ലാ വിദ്യകളും അഭ്യസിച്ചു. ആത്മീയ വിദ്യകളൊന്നും അഭ്യസിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ എല്ലാം അറിയാവുന്ന മാതിരിയാണ്. അപ്പോൾ അതൊക്കെ ആദരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ജയന്തി, ഇന്ദ്രൻ്റെ പുത്രിയായ ദേവേന്ദ്രൻ്റെ പുത്രിയായ ജയന്തിയെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഋഷഭനും ജയന്തിക്കും കൂടി പിന്നീട് ദേവസ്ത്രീ ആയിരുന്നല്ലോ, ദേവേന്ദ്രൻ്റെ മകളല്ലേ ജയന്തി. അപ്പം അങ്ങനെ ഋഷഭനും ജയന്തിക്കും 100 പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത്. ഇതിൽ 100 പുത്രന്മാർ, അതായത് കവി അതിൽ 9 പേര്, 100 പുത്രന്മാരിൽ 81 പേര് ഓരോ രീതിയിൽ അവരുടെ സ്വഭാവം, അതായത് ഇപ്പോൾ നാരദ മഹർഷിയൊക്കെയാണല്ലോ ഉപദേശങ്ങൾ കൊടുക്കുന്നത് അവരുടെ ഗുരുവായിട്ട്. ഇപ്പോൾ പ്രിയവ്രതൻ തൊട്ട് എല്ലാവരും ചെറുതിലെ നാരദ മഹർഷിയുടെ ഉപദേശമൊക്കെ കേട്ട് വളർന്നവരല്ലേ. അതുപോലെ ഈ 100 പുത്രന്മാരിൽ ആരൊക്കെ എന്താവണം? അപ്പോൾ ഭഗവാന്റെ സൃഷ്ടിയായിരുന്നു അത്. അതിൽ 81 പേര് ബ്രാഹ്മണരായി മാറി. ക്ഷത്രിയരാണ് ശരിക്കും ഇവർ, ക്ഷത്രിയ ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഓരോ കാരണവശാൽ അവർ ഈ ഇതൊക്കെ പഠിച്ചിട്ട് വേദങ്ങളൊക്കെ പഠിച്ചിട്ട് അപ്പോൾ രാജ്യഭരണത്തിന് ആയിരുന്നില്ല അവർക്ക് താല്പര്യം. അപ്പോൾ ശരിക്കും രാജ്യഭരണം മൂത്തപുത്രനാണല്ലോ വഹിക്കുന്നത്. മൂത്തപുത്രൻ ഭരതനായി. ആ ഭരതൻ രാജാവായി. ആ ഭരതൻ്റെ രാജഭരണത്തിലൂടെയാണ് ഋഷഭദേവൻ്റെ മകൻ ഭരതൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തന്നെ അവതാരം തന്നെയാണല്ലോ ഋഷഭദേവൻ. അപ്പോൾ പിന്നെ മകനും അതുപോലെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ആ ഭരതൻ രാജാവായപ്പോൾ ഭരതൻ്റെ പേരിലാണ് ഭാരതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭരത മഹാരാജാവിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പം തൊട്ടാണ്. ഈ ഭരത മഹാരാജാവ്, ഋഷഭൻ്റെ മകനായ ഭരത മഹാരാജാവ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭാരതം എന്ന് പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ രാജാക്കന്മാരുടെ പേരിലായി മാറാറുണ്ട്. അപ്പം അത്രയ്ക്കും നല്ല രാജാവായിരുന്നു. പിന്നെ 81 പേര് ബ്രാഹ്മണരായി പോയി. പിന്നെ അതിൽ ഒരു 9 പേര് പരമഹംസന്മാരായി മാറി, ആചാര്യന്മാരായി മാറി. എങ്ങനെ ആചാര്യന്മാരായി മാറി എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഭഗവാന്റെ അവതാരമൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ആ ഒരു ജന്മനാ കിട്ടിയ കഴിവുകളാണ്. അപ്പോൾ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെയുള്ള ഇവർ 9 പേരാണ് ആരായി മാറിയത്? ആചാര്യന്മാരായി മാറി. അവർ വലിയ ഭാഗവതോത്തമന്മാരും ഭാഗവതാചാര്യന്മാരും ഒക്കെ ആയി മാറി. അവരെ പിന്നെ നമുക്കിനി 11ാമത്തെ സ്കന്ധത്തിലാണ് ഇനി ഇവരെ പറ്റിയിട്ട് പറയുന്നത്.
ആ 9 നവയോഗികൾ എന്ന് പറയുന്നത്. നവയോഗികൾ നമ്മൾ കേട്ടിട്ടില്ലേ? ആ നവയോഗികളിൽ 9 പേരാണ് ഇവർ. കവി, ഹരി, അന്തരിക്ഷ, പ്രമുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമളൻ, ചമസൻ, കരഭാജനൻ. അപ്പോൾ ഇവർ പണ്ഡിതന്മാരായി തീർന്നു, ആചാര്യന്മാരായി തീർന്നു. ഇനി 11ാമത്തെ സ്കന്ധത്തിൽ നിമി മഹാരാജാവിൻ്റെ സത്രം നടക്കുമ്പോൾ, ഒരു സത്രം നടക്കുക എന്ന് പറഞ്ഞാൽ യജ്ഞം നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഭാഗവത സപ്താഹം പോലെയൊക്കെ ഇപ്പോഴൊക്കെ കുറച്ച് ചുരുക്കത്തിൽ അതല്ലേ നടക്കണം. പിന്നെ യാഗങ്ങളൊക്കെ നടക്കാറില്ലേ? അപ്പോൾ ഒരു ഭാഗവത സപ്താഹം നടക്കുന്നെങ്കിൽ അതിനെ നമുക്ക് ഒരു യജ്ഞമായി കണക്കാക്കാം. പിന്നെ ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള യജ്ഞങ്ങൾ നടത്താറുണ്ട്. കുറേ യാഗം എന്നൊക്കെ പറയും. ഇടയ്ക്കൊക്കെ യാഗമൊക്കെ നടക്കാറില്ലേ പല സ്ഥലങ്ങളിൽ? അപ്പോൾ ഈ യാഗങ്ങൾ ഇപ്പോഴും യാഗങ്ങൾ നടക്കുന്നുണ്ട്. യാഗങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിൽ ഹോമമൊക്കെ ചെയ്യുമല്ലോ. ആ ഹോമം കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിന് നല്ല പരിശുദ്ധി വരുമെന്നാണ് പറയും. അപ്പോൾ അതുപോലെ നിമി രാജാവിൻ്റെ ഒരു ഹോമം നടക്കുന്ന സമയത്ത്, ഒരു യജ്ഞം നടക്കുന്ന സമയത്ത് ഈ 9 നവയോഗികൾ അവിടെ പോവുകയാണ്. അപ്പോൾ നിമി മഹാരാജാവിന് ഉള്ള സംശയങ്ങളൊക്കെ, അദ്ദേഹത്തിന് കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഭാഗവതത്തെക്കുറിച്ച്. നമുക്കിപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരാവുന്നതല്ലേ സംശയങ്ങൾ. അപ്പോൾ അങ്ങനെ ആ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. 11ാമത്തെ സ്കന്ധം മുഴുവനും നമുക്ക് അതിൽ 1, 2 അധ്യായം, 2, 3 കുറേ അധ്യായങ്ങൾ ഇവരുടെ പ്രഭാഷണങ്ങളാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് സംശയ നിവാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവരുടെ ജോലി തന്നെ അതായിരുന്നു. അങ്ങനെ അവർ പല പല സ്ഥലങ്ങളിൽ യാഗം നടത്തും, അവിടെയൊക്കെ പോകും, അവിടെയൊക്കെ നന്നായിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തും. അതായിരുന്നു. അങ്ങനെ മറ്റുള്ളവരൊക്കെ ബ്രാഹ്മണരായി തന്നെ പോയി. പിന്നെ കുറച്ച് പേരൊക്കെ രാജ്യഭരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ അതിൽ മൂത്തപുത്രനായ ഭരതനാണ് രാജാവായത്. ഋഷഭദേവൻ്റെ കഥയിൽ ഋഷഭദേവൻ അപ്പോൾ ഭഗവാന്റെ അവതാരം ആയതുകൊണ്ട്, അപ്പോൾ നോക്കൂ, ഇതിൽ നമ്മളൊക്കെ എല്ലൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിധി മാറ്റാൻ അല്ലേ, നമ്മൾക്ക് വിധിയെ മാറ്റാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളായിരുന്നു ഈ നവയോഗികൾ തീർത്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിധിയെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നോക്കിയത്. അതേപോലെ തന്നെ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ വിധിയെ എങ്ങനെ മാറ്റി നമ്മൾ മാറിപ്പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുക എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെയാണ് ആത്മീയ തത്വങ്ങൾ പറഞ്ഞു തരുന്നത് പുസ്തകങ്ങൾ അല്ലേ. ആത്മീയത. അപ്പോൾ എന്താണ് ഈ ആത്മീയത എന്ന് പറയുന്നത്? ആത്മാവിനെ അറിയുക അല്ലേ, ആത്മജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഈ വിധി കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ വിധി ഇങ്ങനെ ആയേ എന്നൊക്കെ പറഞ്ഞ് ദുഃഖിച്ചിരിക്കാതെ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തടുത്തടുത്ത് അവിടെ എന്താണെന്ന് അറിയാൻ, അതാണ് ലാസ്റ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ വിധിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. അതായത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണെങ്കിലും മറന്നുപോവുക എങ്കിൽ ആ കഥ നമ്മൾ പറയും. ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം പല പല ഭജനകൾ, പൂജകൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്തു ചെയ്യാണ്, ഭഗവാനെ പ്രാപിക്കണം, ഭഗവാനെ അറിയണം അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് ദേവന്മാർ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, പിന്നെ എന്താഗ്രഹമാണ് നിങ്ങൾക്ക് സാധിച്ചു തരേണ്ടത്? അത് ഞങ്ങൾ സാധിച്ചു തരാം. ഭഗവാൻ അദ്ദേഹത്തെ എന്തു ചെയ്യാണ്, പരീക്ഷിക്കുകയാണ്. അപ്പം അതുപോലുള്ള നമ്മൾക്കും പരീക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ എന്താഗ്രഹമാണ് സാധിപ്പിച്ചു തരേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങളെ ഞങ്ങൾ ആ ബ്രാഹ്മണനോട് പറയും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ ചോദിച്ചു. അപ്പോൾ ശാശ്വതമായ ശാന്തിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ പോയാൽ ശാശ്വതമായ ശാന്തി തന്നെയല്ലേ എന്ന് ചോദിച്ചു. സ്വർഗത്തിൽ പോയാൽ എന്താണ്, അവിടെ വിശപ്പില്ല, ദാഹമില്ല, പിന്നെന്താണ്, അവിടെ ദുഃഖങ്ങളില്ല, വിഷമങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സുഖമായിരിക്കാം. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, എത്ര കാലം അവിടെ സുഖമായിട്ടിരിക്കാം? അപ്പോൾ എത്ര കാലം അവിടെ സുഖമായിട്ടിരിക്കാം? അത് നിങ്ങളുടെ പുണ്യം തീരുന്നത് വരെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ കുറേ പുണ്യം ചെയ്തല്ലോ അയാൾ, അതുകൊണ്ടാണല്ലോ ദേവന്മാർ പ്രത്യക്ഷമായത്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പുണ്യം കഴിയുമ്പോൾ വീണ്ടും എവിടേക്ക് വരേണ്ടി വരും, ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങൾ വിട്ടോളൂ, ഞാനില്ല എന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാനില്ല. അപ്പോൾ അതാണ് നമ്മൾ ഓരോ ദേവതകളെ പൂജിക്കുമ്പോഴും, നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ടായാലും നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ഇന്ന അമ്പലത്തിൽ പോയി പൂജ ചെയ്യൂ, ഇന്ന അവിടെ പോയി തൊഴുകൂ, ഇന്ന അമ്പലത്തിൽ പോയി നിങ്ങൾ ഇപ്പോൾ പഴനിയിൽ പോയി മല കയറുമോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക,
ദൈവം പ്രസാദിക്കും. കാരണം ദേവന്മാർ വന്ന് പ്രസാദിച്ച് ദേവന്മാരെ മാത്രമേ പ്രസാദിക്കുള്ളൂ അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പൂജകൾ എന്തൊക്കെ നമ്മൾ ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യും അല്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ ചെയ്താലും നമ്മൾ എന്തൊക്കെ വായിച്ചാലും നാരായണീയം ഞാൻ 100 പ്രാവശ്യം വായിക്കുക, 100 ദശകം ഞാൻ ഒന്നിച്ച് വായിക്കുക, ഭഗവാനെ എൻ്റെ കാര്യം സാധിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇന്ന വ്രതം ഞാൻ എടുത്തോളാം ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ കാണാമല്ലോ അല്ലേ, ഓരോ വ്രതങ്ങളൊക്കെ എടുത്തത്. ഇപ്പോൾ വാമനാവതാരത്തിന് അതിഥി വ്രതം എടുത്തു, തിഥി വ്രതം എടുത്തു, അങ്ങനെ ഓരോ ഓരോരുത്തരെടുത്തു കാര്യങ്ങളൊക്കെ സാധിച്ചതും ഗോപികമാർ വ്രതം എടുത്തതും ഒക്കെ അറിയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വരിക, ദേവന്മാരാണ് വരിക. ദേവന്മാർ വന്നിട്ട് അവർ പ്രീതിയാവും, എന്നിട്ട് അവർ നമുക്ക് വരം തരും. അങ്ങനെ എന്താകും, നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു. അങ്ങനെ എത്ര കാലം, അതാണ് ഈ ബ്രാഹ്മണൻ ചോദിച്ചത്. അങ്ങനെ എത്ര കാലം അത് കഴിയുമ്പോഴോ പിന്നെയും ഇല്ലേ, നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നും തീരില്ല. നമ്മുടെ മരിക്കാൻ പോകുമ്പോൾ കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ ബാക്കിയായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണത് അല്ലേ. അപ്പോൾ ഈ ആഗ്രഹങ്ങളുടെ പുറകിന് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു എൻഡില്ല. അപ്പോൾ എന്താവും, നമ്മൾ ആ ആഗ്രഹങ്ങളുടെ ബാക്കി, അതായത് കുറേ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരുമ്പോൾ ദേവന്മാരല്ലേ, അവർ പ്രീതിപ്പെടും, അവർ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. അവിടെ എത്തി, നമ്മൾ അവിടെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിക്ക് നമ്മളൊരു സ്വർണ്ണ നാണയവും ഒരു ചോക്ലേറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ കുട്ടി ഏതാ എടുക്കുക? കുട്ടി ചോക്ലേറ്റേ എടുക്കുള്ളൂ, സ്വർണ്ണ നാണയം എടുക്കില്ല. കാരണം എന്താണ്, കുട്ടിക്കറിയില്ല സ്വർണ്ണ നാണയം കൊണ്ട് ഇതിനെപ്പോലെ കുറേ ചോക്ലേറ്റ് വാങ്ങാമെന്നുള്ള ആ വിവരം ആർക്കില്ല, കുട്ടിക്കില്ല. സ്വർണ്ണ നാണയം കൊടുത്താൽ ഇതുപോലുള്ള ചോക്ലേറ്റുകൾ അനേകം വാങ്ങിക്കുക എന്നുള്ള ആ വിവരം ആർക്കില്ല, കുട്ടിക്കില്ല. അതുകൊണ്ട് കുട്ടി ചോക്ലേറ്റ് എടുത്തു. നമ്മളും അതേപോലെ തന്നെയാണ്. നമ്മൾ ഭഗവാനെ ദേവന്മാരെ പൂജിക്കുന്നു, അവർ നമുക്ക് വരം തരുന്നു. അങ്ങനെ നമ്മൾ ഈ ദേവലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ എന്താ സുഖങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ ഒരാഗ്രഹത്തിനും അവസാനമില്ലാണ്ട് നമ്മൾ ഈ പിന്നെയും അപ്പോൾ ഈ സ്വർണ്ണ നാണയമാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമ്മൾക്ക് എന്നേക്കുമായി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കും. അങ്ങനെ നമ്മൾ മോക്ഷത്തിലെത്തും. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആ സ്വർണ്ണ നാണയം എടുക്കുക പറഞ്ഞാൽ വിധിയെ മറികടക്കുക, മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കുക. ഈ മനസ്സിനെയാണ് പരിശുദ്ധമാക്കേണ്ടത് അല്ലേ. നമ്മൾ നേരത്തെയൊക്കെ മനസ്സാണ് പുനർജനിക്കുന്നതിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ആ മനസ്സിനെ പുനർജനിക്കാൻ അനുവദിക്കാതിരിക്കുക, അതാണ് വിധിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പൂജ ചെയ്യുക, ഭഗവാൻ അങ്ങനെ ഓരോന്ന് കിട്ടുക, അങ്ങനെ ആഗ്രഹം സാധിപ്പിക്കുക, അതല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നുകൊണ്ട് ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഭഗവാൻ മാത്രം നമുക്ക് മതി. നമ്മൾ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മളില്ലാണ്ടാക്കണം. ആ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വന്ന് നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ശാശ്വതമായ ശാന്തി കിട്ടുള്ളൂ. അപ്പം അതാണിവിടെ ഋഷഭദേവൻ പിന്നീട് മക്കൾക്ക് അടുത്ത അധ്യായത്തിൽ അതാണ് ഋഷഭ രാജാവായിട്ട് അദ്ദേഹം ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ എല്ലാ സംശയങ്ങളും, നമ്മുടെ ഈ സംശയം തന്നെ അതാണല്ലോ അല്ലേ, എന്താണ് നമ്മുടെ വിധി മാറാത്തത്, എങ്ങനെയൊക്കെയുള്ള. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ഭാഗവതം വായിച്ചത് കൊണ്ട് നമ്മുടെ കാര്യം സാധിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾക്ക് അറിവ് കിട്ടാനാണ്. അതായത് ആ ചെറിയ കുട്ടിക്ക് എങ്ങനെയാണോ നാണയത്തിൻ്റെ കാര്യത്തിൽ അറിവില്ലാത്ത, അതുപോലെയാണ് നമ്മൾ. ആ സ്വർണ്ണ നാണയം എടുക്കാനാണ് ഉള്ള ബുദ്ധിയാണ് നമുക്ക് വരേണ്ടത്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖങ്ങളില്ല. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു, നമ്മുടെ വിധിയെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞു. അതിന് നമ്മൾ ആ ഒരു ലെവലിലെത്തി, പിന്നെ നമുക്ക് എല്ലാം സമം. അപ്പം അങ്ങനെ എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതാണ് ഈ അധ്യായം.